അടുത്തത് നമ്മുടെ ബർത്ത് കൺട്രോൾ അഥവാ കോൺട്രാസെപ്റ്റീവ്സിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്. എത്രയൊക്കെ നോക്കിയാലും കുറച്ച് സൈഡ് എഫക്റ്റുകൾ ഉണ്ടായിരിക്കും. സോ നമുക്ക് സാധ്യതയുള്ള കുറച്ച് പോസിബിൾ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്നാമത്തേത് നോസിയ, ഓക്കാനം വരിക എന്ന് പറയും, നോസിയ. അതുപോലെ ഏത് കോൺട്രാസെപ്റ്റീവ്സ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ ഓപ്ഷൻ ഉപയോഗിച്ചാലും നാച്ചുറൽ അല്ലാത്ത ഏത് ബർത്ത് കൺട്രോൾ ഓപ്ഷൻ സ്വീകരിച്ചാലും വരാൻ സാധ്യതയുള്ള കുറച്ച് സൈഡ് എഫക്റ്റുകൾ അല്ലെങ്കിൽ ഇൽ ഇഫക്റ്റുകളാണ്. ഒന്ന് നോസിയ, ഓക്കാനം വരിക. എബ്ഡോമിനൽ പെയിൻ, എബ്ഡോമൻ വയറിൻ്റെ അവിടെ എബ്ഡോമിനലിൻ്റെ അവിടെ പെയിൻ ഉണ്ടാവുക, നല്ല വേദന ഉണ്ടാവുക. അതുപോലെ ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്, രക്തസ്രാവം ഉണ്ടാവുക. അത് അമിതമായിട്ട് അങ്ങനെ രക്തസ്രാവം ഉണ്ടാവുക. മെൻസ്ട്രൽ പീരീഡിൽ തന്നെ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുക, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്. അതുപോലെ ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിങ്, മെൻസ്ട്രൽ സൈക്കിൾ പ്രോപ്പർ ആവാണ്ട് ഇറഗുലറായിട്ട്, റെഗുലർ അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് മെൻസ്ട്രൽ ബ്ലീഡിങ് ഉണ്ടാവുക. ഇറഗുലർ ബ്ലീഡിങ്, നോർമലായിട്ടുള്ള ഒരു 5, 6, 7 ദിവസങ്ങളല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ബ്ലീഡിങ് ഉണ്ടാവുക. അതുപോലെ ഈവൺ ഒരു പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ പോലും വരാം സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ്. ഒന്ന് നോസിയ, ഓക്കാനം, എബ്ഡോമിനൽ പെയിൻ, എബ്ഡോമൻ്റെ അവിടെയുള്ള വയറിൻ്റെ അവിടെയുള്ള വേദന. അതുപോലെ ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്, രക്തസ്രാവം, അമിതമായ രക്തസ്രാവം. അതുപോലെ ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിങ്, നോർമൽ അല്ലാതെ മെൻസ്ട്രൽ ബ്ലീഡിങ് ഇടയ്ക്കിടയ്ക്ക് റെഗുലർ അല്ലാതെ വന്നുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വരെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കോൺട്രാസെപ്റ്റീവ്സ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു റെഗുലർ റിക്വയർമെൻ്റ് അല്ല, ഒരു നോർമൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റെഗുലർ റിക്വയർമെൻറ്റേ അല്ല ഒരു ബർത്ത് കൺട്രോളും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ കോൺട്രാസെപ്റ്റീവ്സും അല്ലെങ്കിൽ എല്ലാ ഈ മാർഗങ്ങളും, എല്ലാ ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ്സുകളും അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ ഓപ്ഷൻസും എന്താണ്, അൺനാച്ചുറലാണ്. നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചാലും അത് അൺനാച്ചുറലാണ്. എക്സെപ്റ്റ് ഏതൊക്കെയാണ്, ഫോർ ദ നാച്ചുറൽ മെത്തേഡ്. നമ്മൾ ആദ്യം 3 നാച്ചുറൽ മെത്തേഡുകൾ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് പറഞ്ഞിരുന്നു. നമ്മുടെ പീരിയോഡിക് അബ്സ്റ്റിനൻസ്, ആ ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ അത് അവോയ്ഡ് ചെയ്യുക, കോയിറ്റസ് അവോയ്ഡ് ചെയ്യുക. വിഡ്രോവൽ ഓഫ് ദ പെനിസ് ഫ്രം ദ വെജൈന, ഇജാക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പെനിസിനെ വെജൈനിൽ നിന്ന് വിഡ്രോ ചെയ്യുക. മൂന്നാമത്തേത് ലാക്ടേഷണൽ എംനീറിയ. ലാക്ടേഷൻ എംനീറിയ ഫീഡിങ് ടൈമിൽ, ഇൻറ്റൻസ് ലാക്ടേഷനിൽ അപ് ടു 6 months ഓവുലേഷനും മെൻസ്ട്രൽ സൈക്കിളിനും പീരീഡുകളൊന്നും നടക്കാത്തത് കൊണ്ട് അവിടെയും ഒരു 6 months വരെ കൺസീവ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഈ 3 നാച്ചുറൽ മെത്തേഡുകളാണ്. ഈ 3 നാച്ചുറൽ മെത്തേഡ് വെച്ച് പിന്നെ പറഞ്ഞ എല്ലാ മെത്തേഡുകളും എന്താണ്, അൺനാച്ചുറലാണ്, ആർട്ടിഫിഷ്യൽ മെത്തേഡാണ്. സോ എല്ലാ കോൺട്രാസെപ്റ്റീവ്സും ഈ പറഞ്ഞ 3 നാച്ചുറൽ മെത്തേഡ് വെച്ച് എല്ലാം എന്താണ്, അൺനാച്ചുറലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ട ഒരു റെഗുലർ റിക്വയർമെൻ്റ് അല്ല നമ്മുടെ ബർത്ത് കൺട്രോൾ. അപ്പോൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്, പ്രാക്ടീസ്ഡ് അഗെയിൻസ്റ്റ് പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ കോൺട്രാസെപ്റ്റീവ്സ് ബർത്ത് കൺട്രോൾ നമ്മൾ എന്തിനാണ് പ്രാക്ടീസ്ഡ് അഗെയിൻസ്റ്റ് ദ നാച്ചുറൽ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്. സോ നമ്മൾ ഏത് കോൺട്രാസെപ്റ്റീവ്സും ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു നാച്ചുറൽ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റിനെ തടസ്സപ്പെടുത്താനായിട്ടുള്ളതാണ്. എന്താണ് നാച്ചുറൽ ഇവൻറ്റുകൾ, കൺസെപ്ഷൻ, പ്രഗ്നൻസി ഒക്കെ നമ്മുടെ നോർമൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, പ്രോസസ്സുകളാണ്. അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മളൊരു കോൺട്രാസെപ്റ്റീവ്സ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യണത്. സോ എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്, ഒരാൾ നിർബന്ധിതപൂർവ്വം അത് ഉപയോഗിക്കാൻ പ്രാപ്തനാവുകയാണ്. എന്തിനു വേണ്ടിയാ, ഫോഴ്സ് ടു യൂസ് എനി ഓഫ് ദീസ് മെത്തേഡ്. നമ്മൾ ഈ പറഞ്ഞ നാച്ചുറൽ മെത്തേഡ് ആണെങ്കിലും ഏത് മെത്തേഡും, നമ്മൾ അൺനാച്ചുറൽ ആണെങ്കിലും നാച്ചുറൽ ഏത് മെത്തേഡും നമ്മൾ ഉപയോഗിക്കപ്പെടാൻ നിർബന്ധിതരാവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, എനി ഓഫ് ദീസ് മെത്തേഡ് ടു പ്രിവെൻറ്റ് പ്രഗ്നൻസി അഥവാ കൺസെപ്ഷൻ തടയാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കാൻ നിർബന്ധിതരാവുകയാണ്. അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവും അല്ലെങ്കിൽ കൺസീവ് ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോപ്പുലേഷൻ അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ നടക്കില്ല, ഓവർ പോപ്പുലേഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ബർത്ത് കൺട്രോൾ നടക്കില്ല. സോ അതിനു വേണ്ടി നിർബന്ധിതപൂർവ്വം നമ്മളിത് ഉപയോഗിക്കേണ്ടി വരികയാണ്. ഏതെങ്കിലും ഒരു ബർത്ത് കൺട്രോൾ ഡിവൈസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരികയാണ്. സോ ഇങ്ങനെ ഉപയോഗിക്കേണ്ടി, നമ്മൾ നോർമൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ഒരു റെഗുലർ റിക്വയർമെൻ്റ് അല്ലാത്തത് കൊണ്ടും നമ്മൾ പ്രഗ്നൻസി അഥവാ കൺസെപ്ഷൻ തടയാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ നിർബന്ധിതപൂർവ്വം ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ടും ഇത് തീർച്ചയായും ഒരു മെൻ്റൽ ബേർഡൻ തന്നെയാണ്. അബൌട്ട്
ആക്സെപ്റ്റിംഗ് ദ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡ് വെച്ച് ബാക്കി ഏത് മെത്തേഡ് ഉപയോഗിക്കും. ഈവൻ നാച്ചുറൽ മെത്തേഡിലും അതിൻ്റേതായ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ഉണ്ട്, സക്സസ് ആവോ ഇല്ലേ എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ചാൻസുകൾ ഇങ്ങനെ നിൽക്കണ കൊണ്ട് അവിടെയും നമ്മൾക്ക് എല്ലാ മെത്തേഡും കോൺട്രാസെപ്റ്റീവ്സ് എന്താ ഒരു മെൻ്റൽ ബേർഡൻ തന്നെയാണ് നമുക്ക് നൽകുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്? പലരും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്നുകിൽ അവരവരുടെ പ്രഗ്നൻസി അല്ലെങ്കിൽ കൺസെപ്ഷനെ തടയാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രഗ്നൻസി ഡിലേ ചെയ്യാൻ, ഒന്ന് നീക്കി വെക്കാൻ, ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സ്പേസ് പ്രഗ്നൻസി, ഒരു കുഞ്ഞ് ജനിച്ച് അടുത്ത കുഞ്ഞ് ജനിക്കാനുള്ള ആ ഡ്യൂറേഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്യിക്കാനായിരിക്കാം. അതിന് എത്ര ഡ്യൂറേഷൻ വേണമെന്ന് ഓരോരോ കപ്പിൾസ് തീരുമാനിക്കുന്നതാവും. സോ ഈ പ്രഗ്നൻസി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള അകലം നീക്കി വെക്കാനും പോസ്റ്റ്പോൺ ചെയ്യാനും അല്ലെങ്കിൽ അത് ഡിലേ ചെയ്യാനും സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല ഈ പ്രഗ്നൻസി ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിട്ടാവും. ഇങ്ങനെ പല കാരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം ഈ കോൺട്രാസെപ്റ്റീവ്സ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. തീർച്ചയായും അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു മെൻ്റൽ ബേർഡൻ തന്നെയാണ്. സോ ഏത് ടൈപ്പ് കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് പ്രോപ്പറാണ്. സെലക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറിനെ, പ്രൊഫഷണലായിട്ടുള്ള ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട് വേണം, കൺസൾട്ട് ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ. സോ സെലക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ കോൺട്രാസെപ്റ്റീവ്, ഏത് മെത്തേഡ്, ഈ പറഞ്ഞ വേരിയസ് മെത്തേഡിൽ ഏത് വേണം അവരവർക്ക് ബോഡിയിൽ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ സ്യൂട്ടബിൾ ആവുന്നതെന്ന് തീരുമാനിക്കുന്നത് ഷുഡ് ഓൾവേസ് കൺസൾട്ടേഷൻ വിത്ത് എ ക്വാളിഫൈഡ് ഡോക്ടർ. നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ പറഞ്ഞ മെത്തേഡിൽ ഏതാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുക, ഓപ്റ്റ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് വേണം സ്വീകരിക്കാനായിട്ട്. സോ ഇതൊക്കെയാണ് സൈഡ് എഫക്റ്റുകളും അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ ഉള്ളത്. സോ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും ഇതൊക്കെയാണ്.